കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടി നാം ഒരുമിച്ച് കർത്താവിൻ്റെ അരുമ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ തിരുമുഖം തേടി ഇമ്പമുള്ള ശബ്ദവും ദൈവത്തിൻ്റെ അനുഗ്രഹ വചസ്സുകളും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് തന്നെ പ്രാപിച്ചെടുപ്പാൻ നമുക്ക് തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന അവസരങ്ങൾക്കെല്ലാമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് വാഴ്ത്തി മഹത്വപ്പെടുത്തി സകല ആരാധനയും പുകഴ്ചയും സ്വർഗീയ പിതാവിന് അർപ്പിച്ചുകൊണ്ട് വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം ഇന്നും അറിയിച്ചുകൊണ്ട്, ഇന്ന് കർത്തൃദിനം കൂടിയായിരിക്കുക, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം നമ്മെ ദൈവമായ കർത്താവ് പൊതിഞ്ഞ് സൂക്ഷിച്ച് ബലപ്പെടുത്തി അനുഗ്രഹപൂർണ്ണമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 ദിനവൃത്താന്തം 21 അധ്യായം അതിൻ്റെ 15 വാക്യം വായിച്ച് കേൾപ്പിക്കാം. 1 ദിനവൃത്താന്തം 21 അധ്യായം 15 വാക്യം. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു, ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. നാശകദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരു ചെറിയ കാര്യമാണെന്ന് തോന്നിയാലും അതൊരു വലിയ വിഷയമായി മാറിയ സംഭവമാണ് 21 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നോടെ ആ വാചകം ആവർത്തിക്കട്ടെ. വായനയിൽ പോലും നമുക്ക് ചെറിയ കാര്യമാണെന്ന് തോന്നിയതാണ്, പക്ഷെ വലിയ വിഷയമായി മാറി. എനിക്ക് തോന്നുന്നു ഇതുപോലെ ദാവീദ് പേടിച്ചു പോയ സന്ദർഭങ്ങൾ ചുരുക്കമാണ്, നെടുമ്പാട് വീഴേണ്ടി വന്ന സന്ദർഭങ്ങൾ ചുരുക്കമാണ്. ആകപ്പാടെ കാര്യങ്ങൾ കൈവിട്ടു പോയി, ചങ്ക് കലങ്ങിപ്പോയതുപോലത്തെ വിഷയമായിപ്പോയി. എന്താണ് 21 അധ്യായത്തിലെ കാര്യമെന്ന് നിങ്ങൾക്കറിയായിരിക്കും. 21 അധ്യായത്തിനകത്ത് ദാവീദിന് സാത്താൻ തോന്നിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ എണ്ണി നോക്കാൻ. ഒരു ചെറിയ കാര്യം, വെറുതെ ഇരിക്കുമ്പോൾ ജനത്തെ ഒന്നെണ്ണാൻ വേണ്ടി ഒരു തോന്നൽ. ആ തോന്നൽ ഉളവാക്കിയത് ദാവീദിൻ്റെ മനസ്സിൽ നിന്ന് ചുമ്മാ മനുഷ്യത്വത്തിൽ തോന്നിയതല്ല, ദൈവത്തിൽ നിന്നും തോന്നിയതല്ല, സാത്താൻ തോന്നിപ്പിച്ചതാണ്. പിശാചിൻ്റെ ഒരു കൊച്ചു തോന്നൽ എന്തോ വലിയ മനോദുഃഖത്തിലേക്ക് എത്തിച്ചേർന്നെന്നറിയാമോ? വലിയ ചില ദിവസങ്ങൾ പോയി കിട്ടി, സ്വസ്ഥത പോയി, വാവിട്ട് നിലവിളിക്കേണ്ടി വന്നു, ആകെ കുഴഞ്ഞു. അപ്പോൾ ഓർത്തോണം, ഒരു കൊച്ചു തോന്നൽ പിശാച് മനസ്സിൽ കൊണ്ടിട്ടു. ആ തോന്നൽ അങ്ങ് നടത്തിപ്പിലേക്ക് വരുത്തിയാൽ നമ്മുടെ ചിലപ്പോൾ ചില നാടുകൾ തന്നെ നഷ്ടപ്പെട്ടുന്നിരിക്കും. അതുകൊണ്ട് ഈ ലോക ജീവിതം ദൈവത്തോടു കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരു തോന്നൽ, ഒരു ചെറിയ വെടിമരുന്നിൻ്റെ ഒരു വഴിമരുന്ന് പോലെ നമ്മുടെ മേൽ ഇട്ടിട്ട് പോയാൽ മതി, ആ തോന്നൽ അങ്ങ് വലിയ പ്രശ്നമായി മാറി. അതിനോടനുബന്ധപ്പെട്ട വിഷയങ്ങളാണ് 21 അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ നാശത്തിലേക്ക്, ദൈവം ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങി. ഇസ്രായേലിൽ 70,000 പേര് ചത്തുപോയി. 70,000 പേര്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു തോന്നലിൻ്റെ അനന്തരഫലമാണ് 70,000 ജീവൻ എടുക്കപ്പെട്ടു. അയ്യോ, ഇതൊക്കെ ചെറിയ കാര്യമായിട്ടാണോ കരുതുന്നത്? വെറും ഒരു നോവൽ പോലെയാണോ കരുതുന്നത്? ഒരു ബാലരമക്കഥ പോലെ, ചിത്രീകരണം പോലെയാണോ? അയ്യോ, അരുതേ. വളരെ ഗൗരവത്തോടെ എടുക്കണം. ഒരപ്പൻ വേണ്ടാത്തത് തോന്നിയാൽ, ഒരു വീട്ടിലെ ചെറുക്കന് വേണ്ടാത്തൊരു തോന്നൽ തോന്നിയാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? 70,000 പേര് പട്ടുപോയിന്ന്. അത് കഴിഞ്ഞിട്ട് യെരൂശലേം പട്ടണം തകർക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു ദൂതനെ വിട്ടു. അത്രയ്ക്ക് ദൈവത്തിന് കലിച്ചു പോയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരിടത്തും അങ്ങനെ പെട്ടെന്ന് അടാപിടിയുന്ന യെരൂശലേം വരെ നശിപ്പിച്ചേക്കാം എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു പ്രതിസന്ധി
ദൈവത്തിൻ്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ദൈവം കൽപ്പിച്ച് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, നശിപ്പിച്ചേക്കാം. അങ്ങനെ ദൂതൻ യെരൂശലേമിൽ ചെന്ന് കാലുകുത്തി. ഊരിപ്പിടിച്ച് വാളുമായി, വേദപുസ്തകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ യെരൂശലേമിൻ്റെ നാശത്തിന് വേണ്ടി, മുടിച്ചു കളയാൻ വേണ്ടി ദൂതൻ ഒരുങ്ങുക. ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ദൈവം അതിനെക്കുറിച്ച് അനുതപിച്ചു. എന്നിട്ട് പറഞ്ഞു, മതി മതി, നിൻ്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ഉടനെ ദൂതൻ കൈ പിൻവലിച്ചു, വാള് ഉറയിലിട്ടു എന്നൊക്കെ അവസാനത്തേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ എൻ്റെ പശ്ചാത്തലമാണ്. പക്ഷെ ഇന്ന് ഈ കർത്തൃദിവസം നമ്മുടെ പലരും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങിപ്പോകുന്ന ദിവസം. ചിലരൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റിതര കാര്യം കൊണ്ടോ പോകാൻ പറ്റാത്തവരും കണ്ടേക്കാം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ തിരക്കുള്ള ദിവസങ്ങളായിരിക്കാൽ ഇത് കേൾക്കുന്നത് ആരാധനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ടും ആയിരിക്കാം. എന്തുമാകട്ടെ, ഇന്ന് നാം ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ്, എത്ര നാളായി കർത്താവേ, ഒരു വല്ലാത്ത തോന്നൽ എൻ്റെ മനസ്സിനകത്ത് വന്നുപോയി. ഞാനതിന് വശംവദനായിപ്പോയി. ആ തോന്നലിന് വിധേയപ്പെട്ടു. അന്ന് മുതൽ ഞാൻ നീറി കഴിയുക. ഒരു മണ്ടൻ ചിന്ത എൻ്റെ അകത്ത് വന്നു. അത് സാത്താൻ കൊണ്ടിട്ടതാ. അത് നിമിത്തം ഞാൻ വല്ലാത്ത കഷ്ടം അനുഭവിച്ചു. ഒത്തിരി നിന്ദയും മാനസിക ഭാരവും സാമ്പത്തിക നഷ്ടവും. എൻ്റെ ജീവിതം തന്നെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞുപോയി. അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 21-ാമത്തെ അധ്യായം പറ്റിയാൽ നിങ്ങളൊന്ന് വായിക്കണേ. ഒരു നല്ല മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അദ്ദേഹം നേരിട്ട മനോദുഃഖങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ബുദ്ധിമോശം കൊണ്ട്, ഒരു എടുത്തിയാട്ടം കൊണ്ട്, ഒരു പെട്ടെന്നുള്ള നമ്മുടെ ഒരു ആവേശം കൊണ്ട് അതിൻ്റെ പുറകിൽ പിശാചുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇത് സാത്താൻ്റെ തന്ത്രമായിരുന്നു. നമ്മുടെ ജീവിതം എന്നേക്കും മുടിക്കാൻ വേണ്ടി ദുഷ്ടൻ ചെയ്തൊരു കെണിയായിരുന്നു എന്നറിയാതെ നമ്മൾ കയറി കൈ കൊടുത്ത വിഷയത്തിൻ്റെ തിക്താനുഭവങ്ങളും നൊമ്പരങ്ങളും വേദനകളും കുറച്ച് നാളുകളായിട്ട് നമ്മൾ അനുഭവിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇന്നത്തെ ദിവസം ദൈവത്തിന് തോന്നണം. അതിനെക്കുറിച്ച് അനുദപിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം നമ്മെ നോക്കിയിട്ട്, നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളെ നോക്കിയിട്ട്, നാം അനുഭവിക്കുന്ന സങ്കടങ്ങളെ നോക്കിയിട്ട്, നമ്മുടെ നിന്ദയെ നോക്കിയിട്ട്, നമ്മുടെ ചങ്കുരുകുന്ന കണ്ടിട്ട്, നമ്മുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടിട്ട്, മറ്റുള്ളവർ നമ്മളെ വല്ലാതെ ഒതുക്കുന്നത് കണ്ടിട്ട്, സ്വർഗം മാർച്ച് മാസത്തിൻ്റെ തുടക്ക ദിവസമല്ലേ ആളൂ, മതി, നിൻ്റെ കൈ പിൻവലിക്ക എന്ന് സ്വർഗം ഒരു കൽപ്പനയിട്ടാൽ മതിയാക്കില്ലേ പലരും? ഒറ്റപ്പെടുത്തലും നിന്ദിക്കലും കളിയാക്കലും പിടിച്ചു പറക്കലും, നീ അധ്വാനിക്കുന്ന പണം മുഴുവൻ പലിശ ഇനത്തിൽ പിടിച്ചു വാങ്ങിച്ചെടുക്കലും. ഒരു ബലഹീന നിമിഷത്തിൽ പണം എടുത്തു പോയതാ. ഇപ്പോൾ തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു എന്നല്ലേ? പക്ഷെ കഴുത്തിൽ നുകം വന്ന് വീടുന്ന പോലെ ആയില്ലേ? നീ ഇതാര് പറഞ്ഞാൽ തീരും? ഒരുവൻ പറഞ്ഞാൽ തീരും ദൈവമക്കളെ. സർവശക്തൻ പറയുക, മതി, നിൻ്റെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് മേടിച്ചത് മതി, നിന്നെ ഒതുക്കിയത് മതി, നിനക്ക് നേരെ ആക്ഷേപശരങ്ങൾ പറഞ്ഞത് മതി, നിനക്കെതിരെ കരുക്കൾ നീക്കിയത് മതി, നിന്നെ കീറി കെട്ടിത്തൂക്കാനുള്ള പദ്ധതി തയ്യാറാക്കി നിൻ്റെ കൈവശമിരിക്കുന്നത് പോലും പിടിച്ചു പറിച്ച് നിന്നെ ഒന്നുമില്ലാത്തവനോ ഒന്നുമില്ലാത്തവളാക്കാൻ നോക്കുന്ന ആ പരിപാടി മതിയെന്ന് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുവായിൽ നിന്നൊരു വാക്ക് വന്നാൽ, മതി, പിൻവലിക്കാൻ നിൻ്റെ കരമെന്ന് പറഞ്ഞാൽ, ഏത് പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ അവസാനത്തെ സ്വിച്ചിടാൻ വേണ്ടി നിൽക്കുന്നവനാണെങ്കിലും അവിടെ വെച്ച് കൈ പിൻവലിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ വേറൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അത് നന്മ കൊടുക്കുന്ന കാര്യത്തിലാണ്, അനുഗ്രഹം കൊടുക്കുന്ന കാര്യത്തിലാണ്. ഹൃദയത്തിനകത്ത് ആലയം പണിയണമെന്നൊക്കെ ആഗ്രഹിച്ച് നാഥാനുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത്
ഒരു ദിവസം ദൈവം പറയുന്നുണ്ട് ദാവീദിനെ നോക്കി, ഇതും പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്. ഇവിടെ വെച്ച് പറയുന്നു, മതി, കൈ പിൻവലിക്കുക. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതും പോരാ എന്ന് തോന്നിയത് അനുഗ്രഹം കൊടുക്കുന്ന കാര്യത്തിലാണ്. പക്ഷെ നിൻ്റെ നന്മകൾ തകർന്നു പോവുകയും നീ നിമിത്തം ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഇവിടെ ദൈവം പറഞ്ഞു മതി എന്ന്. ഞാനത് രണ്ടും കൂടി 2 ത്രാസിൻ്റെ തട്ടിലിടുമ്പോൾ ഇടട്ടെ. ഒരു ഭാഗത്ത് ഒരിക്കൽ ദൈവം പറഞ്ഞു ഇതും പോരാ, ഇനിയും കൊടുക്കണം. മറുഭാഗത്ത് ദൈവം ദൂതനോട് പറഞ്ഞു മതി, നിൻ്റെ പരാക്രമം ഈ കുടുംബത്തിന് നേരെ, ഈ വ്യക്തിക്ക് നേരെ, ഇവൻ്റെ പ്രോപ്പർട്ടിക്കും അവകാശത്തിനും ഇവൻ്റെ സ്ഥാപനത്തിനും ഇവൻ്റെ നന്മയ്ക്കും നേരെയുള്ള നീക്കം മതി, മതി, കൈ പിൻവലിക്കുക. മാർച്ച് മാസത്തിൽ സർവശക്തനായ ദൈവം കുറേ നാളായി നമ്മൾ അനുഭവിക്കുന്ന വേദനയോട്, അതിൻ്റെ പുറകിലെ കാരണദൂതനോട് മതി, നിൻ്റെ കൈ പിൻവലിച്ച് നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതൊന്ന് ഭാവനയെ കാണണേ, അതൊന്ന് മനസ്സിൽ കാണണേ. ഏത്? അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏത്? സർവശക്തൻ കൽപ്പിക്കുന്നു, മതി എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത്, മതി എൻ്റെ കുഞ്ഞിനെ നിന്ദിച്ചത്, മതി അവന് നേരെ നിങ്ങൾ തന്ത്രങ്ങൾ ഒരുക്കിയത്, അവളെ ഇല്ലാതാക്കാൻ നോക്കിയത്, മതി എന്ന് ദൈവം പറഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും എന്ന് നിങ്ങളുടെ മനതാരിൽ കണ്ടുകൊണ്ട് മനോഹരമായ ജീവിതത്തിൻ്റെ ബാക്കി കാലങ്ങൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകുക. അതിനവസരം ഒരുക്കട്ടെ. മാർച്ചിലെ ഈ ദിവസങ്ങളിൽ ദൈവം പറയും മതി, നീ ഉപദ്രവിച്ചത് മതി, നീ പണിയൊക്കെ ചെയ്തത് മതി എന്ന്. ദൂതനോടാണോ, ശത്രുവിനോടാണോ, നിൻ്റെ വീട്ടുകാരോടാണോ, നിൻ്റെ കമ്പനി മുതലാളിയോടാണോ, നിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പിടിച്ചു വച്ചിരിക്കുന്നവരാണ്, ആരോടാണെങ്കിലും മതി, വിട്ടുകൊടുക്ക് എന്ന് കർത്താവ് പറഞ്ഞാൽ കാര്യങ്ങൾ എന്താവും? അത് ഇച്ചിരി നേരം ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് കാണണം. മതിയെന്ന് ദൈവം പറഞ്ഞതിന് ശേഷം എന്തായിരുന്നു അതറിയണമെങ്കിൽ നിങ്ങൾ 22 അധ്യായം വായിച്ചു. മതിയെന്ന് ദൈവം കൽപ്പിച്ചാൽ പിന്നെ വരുന്നത് ഒരനുഗ്രഹത്തിൻ്റെ ഒഴുക്കാണ്. നമുക്കത് പ്രതീക്ഷിക്കാം, പ്രാപിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് മതിയെന്ന് പറഞ്ഞാൽ പിന്നെ തുടരാൻ ആരും അനുവദിക്കത്തില്ലല്ലോ. ദൈവമേ, ഇത് കേൾക്കുന്ന ചിലർക്ക് ഇങ്ങനൊരു വാക്ക്, മതി എന്നൊരു വാക്ക്, അപ്പൻ്റെ പക്ഷത്തു നിന്നും മതി കർത്താവേ, ഒരൊറ്റ വാക്കിനകത്ത് ജീവിതം മാറിക്കോളും. കുറച്ച് നാളായിട്ട് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നൊമ്പരങ്ങൾ, നിന്ദകൾ, വേദനകൾ തീർന്നോളും. അപ്പാ അങ്ങത് പറയും. ഓഹ് അപ്പാ അങ്ങത് പറയും, അങ്ങത് പറയും. കണ്ണുനീരോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരുന്ന മക്കളെ നോക്കി അങ്ങത് പറയും. അവർക്കെതിരെ നിൽക്കുന്ന, ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് ആരാണോ അവരോട് പറയും മതി, കൈ പിൻവലിക്കുക. പറയണേ അപ്പാ, അത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പറയണമേ അപ്പാ. അപ്പാ, പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.